ഒരു ഗ്രാമപ്രദേശം, അവിടെ നെല്ല് നിറഞ്ഞിരിക്കുന്ന കുറേ പാടങ്ങൾ, ഇതിൻ്റെ സൈഡിലായിട്ട് കാറ്റത്ത് ആടി നിൽക്കുന്ന കുറേ തെങ്ങുകൾ, ഇതിൻ്റെ ഒക്കെ ഇടയിൽക്കടെ വളഞ്ഞു പുളഞ്ഞൊരു റോഡ്. ഈ റോട്ടിലൂടെ വരുന്നതാണ് 2 കാറുകൾ, ഒരു ഇന്നോവ, ഒരു ഫോർച്യൂണർ. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിട്ട് ഏതാണ് സ്ഥലം ഓർമ്മ വന്നത്? ഇതവിടെ കുട്ടനാടല്ലേ? കുട്ടനാട്, ആലപ്പുഴയോ പാലക്കാടോ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. എനിക്ക് തോന്നിയത് ഒരു പാലക്കാടൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും, ശരിയാണ്. പക്ഷെ ആക്ച്വലി ഇത് കേരളമല്ല. നിങ്ങൾ ആ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് ഇട്ടൊന്ന് നോക്കി. ഇത് ശരിക്കും ഒരു ഇന്ത്യൻ നമ്പർ പ്ലേറ്റ് അല്ലല്ലോ. ദിസ് ഈസ് ഇന്തോനേഷ്യ. This is Car Culture Indonesia Edition. Welcome to After Video. നിങ്ങൾ ഓർക്കണുണ്ടാവും എന്തിനാണ് ഇന്തോനേഷ്യ പോലുള്ള രാജ്യത്തിന് നമ്മൾ ഈ കാർ കൾച്ചർ എഡിഷൻ ചെയ്യുന്നത്. ശരിയാണ്, കാറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും അവിടെ നടന്നിട്ടില്ല. ഹിസ്റ്ററിയിലാണേലും അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. അവർക്ക് പറയത്തക്ക ഒരു കാർ ബ്രാൻഡും ഇല്ല. പക്ഷേ പണ്ട് ഒരിക്കലും നടക്കാത്ത ഒരു ഫിനോമിനനാണ് ഇപ്പം ഇന്തോനേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്തോനേഷ്യൻ കാർ കൾച്ചറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇന്തോനേഷ്യയുടെ കൾച്ചറിനെ കുറിച്ച് ചെറുതായിട്ട് അറിയാം. ഇതൊരു ചെറിയ രാജ്യമാണ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ ഇന്തോനേഷ്യ ഒരു വലിയ രാജ്യമാണ്? എൻ്റെ മനസ്സിലൊരു ജപ്പാൻ്റെ അടുത്ത് നിന്ന് ജപ്പാനേക്കാളും ചെറുതായിട്ടുള്ളൊരു രാജ്യം എന്നാണ്. പക്ഷേ ആക്ച്വലി ഇന്തോനേഷ്യ ഒരു വലിയ രാജ്യമാണ്. ഇതിൻ്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 5200 കിലോമീറ്ററാണ്. ഫോർ കമ്പാരിസൺ ഇന്ത്യയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3400 ഉള്ളൂ. 17508 ഐലൻഡുകളുടെ ഒരു കളക്ഷനാണ് ഇന്തോനേഷ്യ. 1942 മുതൽ 45 വരെയാണ് വേൾഡ് വാർ 2 നടന്നത്. അപ്പോൾ ഇവിടെ ജാപ്പനീസ് ഒക്യുപ്പേഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഒരു ഫേമസ് ആയ ഒരു ട്രാവൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ബാലി. അതെ അതെ, ആ ട്രെൻഡ് ഇത്തിരി കുറഞ്ഞു, എല്ലാവരും അങ്ങോട്ടാണ്. ഇന്തോനേഷ്യയിൽ ഇപ്പോൾ വിൽക്കുന്ന വണ്ടികളിൽ 96.3% വണ്ടികളും ജാപ്പനീസാണ്. ഇവിടെ ജർമ്മൻസിനായാലും കൊറിയൻസിനായാലും ഒന്നും കാലം ഉറപ്പിക്കാൻ പറ്റിയിരുന്നു. ഈ വേൾഡ് വാറിൻ്റെ ഇടയിലുള്ള ജാപ്പനീസ് ഒക്യുപ്പേഷൻ ഇന്തോനേഷ്യക്കാരെ ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ട്. ഈ കാഴ്ചയൊക്കെ ജാപ്പനീസ് പീപ്പിൾ മോഡിഫൈ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇന്തോനേഷ്യക്കാർ മോഡിഫൈ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ട്വിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്തോനേഷ്യയിൽ വിൽക്കുന്ന കാറുകളിൽ 68% 7 സീറ്റർ MPV ആൻഡ് SUVകളാണ്. ഇന്തോനേഷ്യയിൽ നിന്ന് വരുന്ന കാറുകളുടെ റീൽസിൽ ഭൂരിഭാഗം SUVകളാണ്. അതെ, ഈ ഫോർച്യൂണറും ഇന്നോവ തന്നെയാണ്. അവിടെ വിൽക്കുന്ന കുറേ വണ്ടികൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വണ്ടികളാണ്. ഫോർ എക്സാമ്പിൾ ഇന്നോവ ക്രിസ്റ്റ, ഹോണ്ട ജാസ്, അത് ഫോർച്യൂണർ, പജറോ. മലയാളികൾക്ക് പരിചിതമായുള്ള പേരുകൾ തന്നെയാണ് അവിടെയും മോഡിഫൈ ചെയ്ത് ആളുകൾ കൊണ്ടുപോയി നടക്കുന്നത്. കൂടുതലും എനിക്ക് തോന്നുന്നത് റെഫറൻസ് നമ്മളിപ്പോൾ എടുക്കുന്നത് ഇന്തോനേഷ്യൻ ഇപ്പോൾ ഈ SUVs അല്ലെങ്കിൽ MPVs മോഡിഫൈ ചെയ്യാൻ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കൂടുതലും റെഫറൻസ് എടുക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇന്തോനേഷ്യൻ്റെ ഏതെങ്കിലുമൊക്കെ പേജിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ലോവർ ചെയ്ത് സ്കേർട്ടൊക്കെ കയറ്റി ചുറ്റും ബമ്പറിൽ ലിപ്പൊക്കെ പിടിപ്പിച്ച് ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ. ഞാൻ വായിച്ചേക്കണതും കേട്ടേക്കണതും വെച്ച് കഴിഞ്ഞാൽ അവർ കൾച്ചറിനും ഫാമിലീസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. ഇപ്പോൾ ഒരു ഫാമിലി തന്നെ ഒരു 6+ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ കൂടി അവർ 2 കാർ, ഹാച്ച് ബാക്ക് അല്ലെങ്കിൽ സെഡാൻ എടുക്കാണ്ട് MPVs ആണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യണത്. പിന്നെ അത് വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു അമേരിക്കൻ കാർ കൾച്ചറൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കണ്ടല്ലേ ഡെയിലി ഡ്രിവൺ പിന്നെ ഒരു പ്രൊജക്ട് കാറായിട്ടൊരു കാറുണ്ട്, 2 കാറൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ പോലും അങ്ങനെ ഡെയിലി ഡ്രിവണും പിന്നെ ഒരു പ്രൊജക്ട് കാർ കീപ്പ് ചെയ്യാനുള്ള ഒരു കെൽപ്പ് എല്ലാവർക്കും ഇല്ല. അതുപോലെ സെയിം ആയിരിക്കും. ഇനി ഇന്തോനേഷ്യക്കാർ എന്താണ് അവർ വണ്ടി ചെയ്യുന്നത്? വാട്ട് കൈൻഡ് ഓഫ് മോഡ്സ് ആർ ദേ ഡൂയിങ്? ഫസ്റ്റ് തന്നെ വരുന്നത് ആഫ്റ്റർ മാർക്കറ്റ് ബമ്പേഴ്സും ബോഡി കിറ്റ്സും ആണ്. ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും ഓടിക്കൊണ്ടിരിക്കുന്ന കുറേ ബമ്പേഴ്സും കിറ്റ്സും ഒക്കെ ആക്ച്വലി ഇന്തോനേഷ്യയിൽ ഡിസൈൻ ചെയ്തോ മാനുഫാക്ചർ ചെയ്ത സംഭവങ്ങളാണ്. ഇപ്പോൾ ഹോണ്ടയുടെ ജാസിൻ്റെ കിറ്റ്സൊക്കെ ഇന്തോനേഷ്യയിൽ നിന്നാണ് ആൾക്കാർ ഇമ്പോർട്ട് ചെയ്തത്. പിന്നെ കുറേ കൺവേർഷൻ കിറ്റ്സ് ഉണ്ട്. ഇവരുടെ ഫോർച്യൂണറിൻ്റെ കിറ്റ്സ്, അത് ലെജൻഡറി കിറ്റ്, സിവിക്കിൻ്റെ RS കിറ്റ്, ഇതെല്ലാം തന്നെ ഇന്തോനേഷ്യയിൽ നിന്നാണ് കിറ്റ് അവർ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യണത്. പിന്നെ രണ്ടാമത് വരുന്നതാണ് പെർഫോമൻസ് അപ്ഗ്രേഡ്സ്. ഇവർ ചെയ്യുന്ന പെർഫോമൻസ് അപ്ഗ്രേഡ്സ് എന്ന് വെച്ചാൽ കോൾഡ് എയർ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്, ECU റീമാപ്പിംഗ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇവരുടെ ഡൗൺ പൈപ്പിംഗ് ആണ്. ഡീസൽ വണ്ടികൾ ട്യൂൺ ചെയ്യുന്നതിലാണ് ഇന്തോനേഷ്യക്കാർ നല്ല ഫേമസ് ആയിട്ടുള്ളത്. അതിൽ ഡൗൺ പൈപ്പിങ്ങിന് ഇവർ അൾട്രാ ഫേമസ് ആണ്. ഈ വണ്ടികൾ കുറേ സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഐ മീൻ എ ലോട്ട് ഓഫ് സ്മോക്ക്. ഡീസൽ എഞ്ചിൻ എപ്പോഴും ടോർക്കി ആയിരിക്കും.
സോ ഡീസൽ എഞ്ചിന് ചെറിയൊരു മാപ്പ് കൊടുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ചെറിയൊരു മോഡ് കൊടുക്കുമ്പോൾ തന്നെ ഡീസൽ എഞ്ചിന് നല്ല ഔട്ട്പുട്ട് നല്ല ഗെയിൻ വരുന്നുണ്ട്. പിന്നെ ഡീസൽ എഞ്ചിന് വെച്ചാൽ ഡൗൺ പൈപ്പ്, അതായത് എക്സോസിന് ഡൗൺ പൈപ്പ് ചെയ്ത് തന്നെ അത്യാവശ്യം HP പിന്നെയും ഗെയിൻ വരും. പെട്രോൾ എഞ്ചിൻസ് അങ്ങനെയല്ല. സോ അതുകൊണ്ട് അവർ കൂടുതലായിട്ട് ഡീസൽ എഞ്ചിൻ പ്രിഫർ ചെയ്യുന്നു. പിന്നെ കാണുമ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവരുടെ ഫോർച്യൂണേഴ്സും SUVs ഒക്കെ ആക്ച്വലി ലോവേഡാണ്. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഹൈ റൈഡിങ് വെഹിക്കിൾസ് ആകുമ്പോൾ കുറച്ച് ലോ റൈഡിങ് വെഹിക്കിൾസ് ആയിരിക്കും ആക്ച്വലി അറ്റൻഷൻ കിട്ടുക. BMK പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ട് ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ SUVs ലോവർ ചെയ്തേക്കുന്നത് കണ്ടേക്കുന്നത്. ഈ ഇപ്പോൾ ഈ ഫോർച്യൂണറിൽ SSRന്റെ NKയുടെ ഒക്കെ വീൽസ് ഇട്ടേക്കണ ഞാൻ ആദ്യമായിട്ട് ഇന്തോനേഷ്യയിൽ അങ്ങനെ കണ്ടേക്കുന്നത്. അതുപോലെ റേസ്, സൈജൻ, ഇതുപോലെയുള്ള JDM വീൽസ്, യൂഷ്വലി നമ്മൾ ജപ്പാനീസ് വണ്ടികൾ കാണുന്ന വീൽസ് ഇതുപോലുള്ള SUVകളിൽ നമ്മൾ കണ്ട് തുടങ്ങുന്നത് ഇന്തോനേഷ്യയിലാണ്. അപ്പോൾ അത് കുറച്ച് കേരളത്തിൽ ഇൻഫ്ലുവൻസ് ആയിരുന്നു. ഞാൻ ഇപ്പോൾ ഒരു റീസെൻ്റ് ഒരു എർട്ടിക കണ്ടു ആ ടൈപ്പ് വീൽസൊക്കെ ഇട്ടാണ്. പിന്നെ ഇന്തോനേഷ്യയിലെ എല്ലാ കാഴ്ചകളും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതാണ് ഇവരുടെ യൂസ് ഓഫ് ലൈറ്റ്സ്, RGB ലൈറ്റ്സ്, ഫ്ലൂറസൻ ലൈറ്റ്സ്. പക്ഷേ ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഒരു കണ്ണാപ്പി വൈബ് എന്നൊക്കെ വിളിച്ചേക്കും. പക്ഷേ ഒരു ടേസ്റ്റ് ഉണ്ടാവും അവർ ചെയ്യുന്നതിൽ. അപ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നുന്നില്ല അത് കാണുമ്പോൾ. അവിടെ മുഴച്ച് നിൽക്കുന്നില്ല, ഇവിടെ മുഴച്ച് നിൽക്കുന്നില്ല, AC കിട്ടിയ പോലെ ഇരിക്കുന്നില്ല. എല്ലാം ഒരു കംപ്ലീറ്റ് പാക്കേജ് പോലെയാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ നോർത്ത് സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സ്കോർപ്പിയോ അല്ലെങ്കിൽ XUVs ആണെന്നുള്ളതൊക്കെ ഒരു മോഡ് ചെയ്തിട്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ ആ മോഡിഫിക്കേഷൻ കാണുമ്പോൾ എന്നുള്ള രീതിയിൽ തോന്നാണ്ട് ഇന്തോനേഷ്യൻ വെഹിക്കിൾസ് ഒക്കെ കാണുമ്പോൾ നല്ല ക്ലീൻ ബിൽഡ്. അപ്പോൾ അത്രയും പെർഫോമൻസ് ആണെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൺട്രിയാണ് ഇന്തോനേഷ്യ കാർസിന് വേണ്ടിയിട്ട് മെയിനായിട്ട്. ഒരു പോർഷയോ BMW ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനോ ഇത് വാങ്ങിക്കാനോ ഉള്ള ഒരു കേപ്പബിലിറ്റി ഒരു ആവറേജ് ഇന്തോനേഷ്യക്കാരനില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണമെന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ഉള്ള സാധനത്തിന് ടോപ്പായിട്ട് കൊണ്ട് കിടക്കാം. അവരുടെ ഉള്ള സാധനത്തിൻ്റെ പെർഫോമൻസും ഹാൻഡ്ലിങ്ങും എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് അതിനെ ടോപ്പ് കണ്ടീഷന് കൊണ്ട് കിടക്കാം. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയല്ലേ ഒരു വണ്ടി പ്രാന്തൻ അല്ലെങ്കിൽ ഒരു കാർ എന്തൂസിയാസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്യൂറസ്റ്റ് ഫോം. പൈസ കൊടുത്ത് വണ്ടി ആർക്കും വാങ്ങാൻ പറ്റും. ശരി, മറ്റേ ബിൽഡ് നോട്ട് ബോട്ടൊക്കെ ഇവർക്ക് പറ്റിയൊരു ക്യാപ്ഷനാണ്. എക്സാക്ട്ലി. ഈ ഒരു രീതിയിൽ ഗ്രൗണ്ടഡ് ആയിട്ട് ഇവർ വണ്ടികൾ ബിൽഡ് ചെയ്തുകൊണ്ടാണ് ഇന്റർനാഷണൽ ലെവലിൽ ഇന്തോനേഷ്യ ഫേമസ് ആയത്. ഇപ്പം നമ്മളെ മനസ്സിലേക്ക് ടൊയോട്ട ഇന്നോവ എന്ന് പറയുമ്പോൾ 2.8 ലിറ്റർ എഞ്ചിൻ, 4 സിലിണ്ടർ, സാധാ ഒരു ഫാമിലി കാർ, ഒരു 140 to 170 BHP പവർ, അത്രയും നമ്മളെ മനസ്സിലേക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ടൂം ചെയ്യാം പെർഫോമൻസ് വൈസ്. അത്രയും നമ്മൾ മാക്സിമം നമ്മൾ ചിന്തിക്കുള്ളൂ. പക്ഷേ ഇന്തോനേഷ്യയിൽ സൂപ്പറയുടെ എഞ്ചിൻ കയറ്റിയിട്ട് ഒരു 400 BHP പവറുള്ള ഒരു ഇന്നോവ നമ്മുടെ മനസ്സിലാണ്. സൂപ്പർ എഞ്ചിൻ, വേറെ ഏതൊക്കെ വണ്ടിയുണ്ട് സൂപ്പർ എഞ്ചിൻ കയറ്റാൻ? അത്രയും കാർ ക്രേസേഴ്സും അത്രയും എന്താ പറയുക ഒരു എക്സ്പെരിമെന്റ് പോലെയാണ് അവരതിനെ ചെയ്യുന്നത്. ഞങ്ങൾ ഈ പറഞ്ഞ SUVകൾ മാത്രമൊന്നുമല്ലാട്ട് ഇന്തോനേഷ്യയിലുള്ളത്. ഇവർക്ക് ഒരു ഡ്രിഫ്റ്റ് സീനുണ്ട്, ഒരു ട്രാക്ക് സീനുണ്ട്, ഈവൻ മോൺസ്റ്റർ ട്രക്കുകൾ പോലും ഇവിടെ പണിതിറങ്ങുന്നുണ്ട്. ഈവൻ 2 വീലേഴ്സ് അത് തന്നെ അവർക്കൊരു ഭയങ്കര വെറൈറ്റി കൾച്ചറാണ്. ആദ്യമൊക്കെ ഇന്തോനേഷ്യ, തായ്ലൻഡ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് കുറേ MITകൾ ട്രാഫിക്കിൽ ഇങ്ങനെ നിരന്നിരിക്കുന്ന സീൻസായിരുന്നു. പക്ഷെ ഇപ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു നിഞ്ചയൊക്കെ മറ്റേ സൈക്കിളിൻ്റെ ടയർ ഇട്ട് 2 ടയർ സൈക്കിളിൽ ഇട്ടിട്ട് ഇരിക്കുന്നതാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡ്രാഗിന് വേണ്ടി. ഇൻസ്റ്റയിലൊക്കെ കാണാറുണ്ട് ഒരു ഇതായിട്ട് വീഡിയോസും. അത് ഒരു സെപ്പറേറ്റ് കൾച്ചറാണ്, ഡ്രാഗ് കൾച്ചർ. ഈ ചെറിയ കുട്ടികൾ, 12 വയസ്സുള്ള കുട്ടികൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഡ്രാഗ് റേസിനോട് സ്ലിപ്പേഴ്സ്, നിക്കർ, ചിലപ്പോൾ സ്ഥലത്ത് ഷർട്ട് പോലും ഉണ്ടാവില്ല. അവിടെ എവിടെയാണ് പിള്ളേർ മരം കയറി സാറ്റ് എടുക്കുന്ന പ്രായം. ഇവൻ ഹെൽമെറ്റ് പോലും ഇല്ല, സേഫ്റ്റിനെ ഹെൽമെറ്റ് ഇല്ല, ചുറ്റും കൂടി ഉണ്ടാവില്ല. ഇതെല്ലാം വെയിറ്റ് റിഡക്ഷൻ ആണ്. അവരുടെ വണ്ടി കണ്ടുണ്ടാവും ഭയങ്കര സ്കിന്നി വേണ്ടി. ആ വണ്ടിയിൽ ഒരു ഫ്രെയിം ഉണ്ടാവും, ഫ്യൂൽ ടാങ്കിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ക്യാൻ ഉണ്ടാവും, വേറെ ഒന്നുമില്ല, ബെയർ ഫ്രെയിമാണ്. അപ്പോൾ വെയിറ്റ് റിഡക്ഷനാണ് അവരുടെ മെയിൻ എയിം. ആ വെയിറ്റ് റിഡക്ഷൻ വേണ്ടി ഹെൽമെറ്റ് ഇല്ല, ഷർട്ടില്ല, വെയിറ്റ് റിഡക്ഷൻ, ഷൂ ഇല്ല, കാല് രണ്ടും മറ്റേ ജമ്പനും തുമ്പനും ഇല്ല, തുമ്പൻ ഉള്ളെന്ന് പറയും, മോർ എയറോഡൈനാമിക്സിന് വേണ്ടി അല്ലേ. ഭയങ്കര ഫാറ്റിലാണ്. പക്ഷെ ഇവര് ഭയങ്കര ക്രേസ് ആണത്. പറഞ്ഞാൽ അവർക്ക് വേറൊരു കൾച്ചർ കൂടി ഉണ്ട്. മീൻ പിടിക്കാൻ പോകണ ചെറിയൊരു വള്ളം, ഒരാളിരുന്ന് പോകണ വള്ളം ഭയങ്കര ഒരു അറൗണ്ട് ഒരു 150+ km/h പോകുന്നത്. ലൈക്ക് നമ്മൾ ആദ്യം പറഞ്ഞാൽ ഡീസൽ എഞ്ചിൻസാണ് ഇവർ കൂടുതൽ ചെയ്യുന്നത്. ടെർബോ ഡീസൽ എഞ്ചിൻസ് ഇവർ നല്ലോണം പണിതിട്ട് അതിൻ്റെ ടോർക്ക് മൊത്തം യൂസ് ചെയ്യുന്ന വെള്ളത്തില്ല, റോഡിലെ പോലെ തന്നെ ഫുള്ള് വെള്ളത്തിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രൊപ്പലർ മാത്രം വെള്ളത്തിലേക്കും ബാക്കി ഫുള്ള് ബോഡിയൊക്കെ എയറിലായിരിക്കും. ആ ഒരു പവറായിരിക്കും. ഇന്തോനേഷ്യനെ കുറിച്ച് അന്വേഷിച്ച് എനിക്ക് അവരോടുള്ള റെസ്പെക്റ്റ് ആക്ച്വലി നല്ല രീതിയിൽ കൂടുകയാണ് ചെയ്തത്. ആദ്യം ഒരു ചെറിയ രാജ്യമാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും വലിയൊരു രാജ്യമാണ്, ഇവരുടെ അകത്ത് ഇത്രയും കൾച്ചറായിട്ടുള്ള ഒരു ഇതുണ്ടെന്നൊന്നും ഞാൻ ആക്ച്വലി അറിഞ്ഞിട്ടുണ്ടായില്ല. നമുക്ക് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഉള്ളത് കൊണ്ട് ഓണം എന്നൊക്കെ പറയുന്ന പോലെ ഇവരുടെ ഉള്ള വണ്ടികൾ ഇവർ ടോപ്പ് കണ്ടീഷനിൽ കൊണ്ടുപോയി നടക്കുന്നു. എനിക്ക് ഇവരോടുള്ള റെസ്പെക്റ്റ് കൂടിയത്. വളരെ പ്രിമിറ്റീവായിട്ടുള്ള ടൂൾസൊക്കെ വെച്ച് വളരെ ചെറിയ ഷോപ്പുകളിൽ നിന്ന് ഇവരുണ്ടാക്കുന്ന ബിൽസ് ആക്ച്വലി വേൾഡ് ക്ലാസ് ബിൽസാണ്. ഇപ്പോൾ ഇവരാരെയും കോപ്പി ചെയ്യുന്നതല്ല, ഇവർ സ്വന്തം ഐഡിയാസ്, ഇവരുടെ മനസ്സിൽ വരുന്ന ഐഡിയാസ് ഒരു മിനിമം റിസോഴ്സസ് വെച്ച് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് വേൾഡ് ക്ലാസ് ക്വാളിറ്റിയിലുള്ള ബിൽസ് ഇറക്കുന്നു. അവിടെയാണ് ഇന്തോനേഷ്യക്കാർ
വേൾഡിന്റെ മുമ്പിൽ തന്നെ ഈവൻ മലയാളികൾക്കും വളരെയധികം മാതൃകയാവുന്നു. ഇഷ്ടമായി ആ ഒരു സെഗ്മെന്റിലേക്ക് നോക്കുമ്പോൾ MPV ഇങ്ങനെ മനോഹരമായിട്ട് നമുക്ക് അത് മോഡിഫൈ ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ശരിക്കും കാണിച്ചു തന്നേക്കുന്നത് ഇന്തോനേഷ്യൻ ആൾക്കാരാണ്. ഇന്തോനേഷ്യ എന്ന് പറയുമ്പോൾ നേരത്തെ ഒരു ട്രാവൽ ഡെസ്റ്റിനേഷൻ ആയിരുന്നു, ലൈക്ക് ബാലിയൊക്കെ ഇന്തോനേഷ്യയിലാണല്ലോ. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോഴും അതൊരു ട്രാവൽ ഡെസ്റ്റിനേഷൻ ആണ്, പക്ഷേ സ്ഥലങ്ങൾക്ക് വേണ്ടിയല്ല, വണ്ടികൾ. സോ ഇതാണ് ഇന്തോനേഷ്യൻ കാർ കൾച്ചറിനെ കുറിച്ച് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഫാസിനേറ്റിംഗ് ആയിട്ടും തോന്നിയ കുറേ കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ഇതേപോലെ ഇൻസ്പയർ ആയ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ദിസ് ഇസ് ആഫ്റ്റർ മീഡിയ സൈനിങ് ഔട്ട്.